ഹായ്. സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ജനറേഷനിലെ ഏറ്റവും വലിയ ഡ്രഗ് എന്ന് ഞാനിപ്പോൾ ഇവിടെ വായിച്ചു. അത് വായിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനത് വായിച്ച സമയത്ത് ഞാൻ ശരിക്കും ചിന്തിച്ചു എന്താണ് ആളുകൾ ഇങ്ങനെ പറയണത്. ഓക്കെ, അപ്പം ഞാൻ അതിനെപ്പറ്റി ശരിക്കും ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ അവസ്ഥകൾക്കപ്പുറം ഓക്കെ വേറൊരു അവസ്ഥയുണ്ട് നമ്മൾ കിടന്നു പോകണേ. ഈ സിറ്റുവേഷൻ വേർ വി ഫീൽ സ്റ്റക്ക്, നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ടുള്ളൊരവസ്ഥ. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ മിക്ക ആളുകൾക്കും അത് അനുഭവപ്പെടുന്നുണ്ടാവും. അത് നമ്മൾ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. അപ്പം ഞാനത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ റീൽസൊക്കെ കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു റീല് കണ്ട് ഓക്കെ നമ്മൾ ആ ഒരു ഇമോഷനിലിരിക്കുക, ഭയങ്കര ഹാപ്പിനെസ്സിൻ്റെ ഒരു ഇമോഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി വരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെയും സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടിവേഷണൽ കണ്ടൻറ്റ് വരുന്നു. അപ്പം ഈ 30 സെക്കൻഡ് ഗ്യാപ്പിൻ്റെ ഇടയിൽ നമ്മൾ പല ടൈപ്പ് ഇമോഷനിലൂടെ കടന്നു പോകണം. അപ്പം നമ്മുടെ ബ്രെയിൻ അതിനൊട്ടും ട്രെയിൻഡ് അല്ല. എന്തിന് ഇത്രയും പെട്ടെന്ന് ഇമോഷൻസ് സ്വിച്ച് ചെയ്യുന്നതിന് നമ്മുടെ ബ്രെയിൻ ഒട്ടും ട്രെയിൻഡ് അല്ല. അത് നമ്മുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം. റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പുറത്തൊക്കെ ചായ കുടിച്ച് കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ കുറേ സമയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നംനെസ് ഫീൽ ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. നമുക്ക് എന്താണ് ആ ഹാപ്പിനെസ് നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് കിട്ടുന്നില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ അത്രയും സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് പെട്ടെന്ന് പോയി. ഓക്കെ, അത് നമ്മുടെ ബ്രെയിൻ, ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ബ്രെയിനോട് ചെയ്യുന്ന ഒരു വലിയ ചതിയാണ്. നമുക്ക് ആ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പം ആ ഒരു നമ്മൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷൻ കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതാണ് ഞാൻ നോക്കിയിട്ട് സോഷ്യൽ മീഡിയ നമ്മോട് ചെയ്യണ ഏറ്റവും വലിയ ചതി. അപ്പം അതിൽ നിന്നിപ്പം ഓവർകം ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് കുറയ്ക്കുക, കൂടുതൽ സമയം റിയാലിറ്റിയിൽ സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെയൊക്കെ കുറച്ചെടുക്കാൻ പറ്റും.